ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഫാബ്രിക് സ്മോക്കിംഗ് ഡിസൈനാണ്. അതായത് നമുക്കിതിൽ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ 2 ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് സ്മോക്കിംഗ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ആ ഫ്ലവർ ഡിസൈന് കനേഡിയൻ സ്മോക്കിംഗ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഈ സ്റ്റിച്ച് നിങ്ങൾ ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ ഫ്ലവർ ഡിസൈൻ കിട്ടും. ഇനി നിങ്ങൾ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്താണ്, അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല വശത്ത് നേരത്തെ ബാക്കിൽ കണ്ട ആ ഒരു പാറ്റേണില്ലേ അത് കിട്ടും. അപ്പോൾ ഏതാ ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പാറ്റേൺ ഒരു പേപ്പറിൽ വരച്ച് കാണിക്കാം. ക്ലോത്തിൽ വരച്ചാൽ മനസ്സിലാവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ പേപ്പറിൽ 1 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയർ ബോക്സസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോക്സ് വരച്ചെടുക്കാം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ സ്ക്വയർ ബോക്സസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബോക്സസിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് ഒരു കോളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യേണ്ടാത്ത കോളത്തിലൊക്കെ ഇൻറ്റു ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോളങ്ങളിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ ആദ്യം ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ലൈന് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒരു മാർക്ക് ഇടുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനിന് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അടുത്തതായിട്ട്. ഇതുപോലെ തൊട്ടടുത്ത ലൈനിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അടുത്ത ലൈനിൽ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ അടുത്ത ലൈനിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ താഴെയുള്ള ലൈന് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി വന്നാൽ ആ ഡിസൈൻ നന്നായിട്ട് ആ ഫ്ലവറൊന്നും ഡിസൈൻ നന്നായിട്ട് അറിയാൻ പറ്റില്ല, അതിൻ്റെ പാറ്റേണൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്തിൽ പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. സ്ക്വയർ ബോക്സസ് വരച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നീഡിൽ സെയിം കളർ ക്ലോത്തിൻ്റെ സെയിം കളർ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ക്വയർ ബോക്സിൻ്റെ ഒരു കോർണറിൽ നിന്ന് സൂചി കുത്തി എടുക്കാം. ഇതുപോലെ എന്നിട്ട് ആ 4 കോർണറിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതായത് ലോക്ക് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കോർണറിലും സൂചി കുത്തിയെടുക്കാം. ലോക്ക് ചെയ്യാതെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 4 കോർണറിലും സ്റ്റിച്ച് ചെയ്യണം. മൂന്നാമത്തെ കോർണറിൽ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ 4ാമത്തെ കോർണറിലും സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അത് ഫസ്റ്റ് നമ്മൾ സൂചി കുത്തിയെടുത്തില്ലേ അവിടെ ഇട്ട് ജോയിൻ ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ലോക്ക് ചെയ്യാൻ പാടില്ല, കാരണം നമ്മളിത് 4 കോർണറിലും സ്റ്റിച്ച് ചെയ്തിട്ട് ആ നൂല് വലിച്ചെടുക്കും. അപ്പോഴാണ് ആ ഫ്ലവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ ക്ലോത്ത് ചുരുങ്ങിയിട്ട് ആ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ 4 കോർണറിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ നൂല് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലോത്ത് ചുരുങ്ങിയിട്ട് 4 പെറ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ഇതുപോലെ നൂല് പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പയ്യെ വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ 4 പെറ്റൽസ് ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെറ്റൽസ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് സെൻറ്ററിൽ സൂചി കുത്തി എടുത്തിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കോളത്തിലും ചെയ്യാൻ പോകുന്നത്. ഇനി ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ അടുത്ത സ്ക്വയർ ബോക്സിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ത്രെഡിൻ്റെ എൻഡിൽ നോട്ട് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് സ്ക്വയർ ബോക്സിൽ ചെയ്യില്ല, അതിൻ്റെ തൊട്ടടുത്ത സ്ക്വയർ ബോക്സിൽ, അതായത് ആ ഇൻറ്റു മാർക്ക് ചെയ്തിരിക്കുന്ന ബോക്സിൽ സ്റ്റിച്ച് ചെയ്യാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബോക്സിൽ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല.
ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നൂല് വലിച്ചു കൊടുക്കുമ്പോൾ പെറ്റൽ ഫോമായി വരും. എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലവർ ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ക്ലോത്തിൻ്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യണം. ഇനി നേരത്തെ ഇതിൻ്റെ പുറകിൽ ഫോം ചെയ്യുന്ന ഒരു ഡിസൈൻ ഇല്ലേ, അതാണ് വേണ്ടതെങ്കിൽ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല വശത്ത് ആ ഡിസൈൻ വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇത് രണ്ടാമത്തെ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലവർ. പെറ്റൽസ് ഫോം ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സെൻറ്ററിൽ ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം. നൂല് വലിക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ത്രെഡിൻ്റെ ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ സ്റ്റോണോ ബീഡ്സോ ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ലൈൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്മോക്കിംഗ് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലോത്ത് ചുരുങ്ങി ചെറുതാവും. അതായത് നമ്മൾ കുറച്ച് കൂടുതൽ ക്ലോത്ത് എടുക്കേണ്ടി വരും നമുക്ക് ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണമെങ്കിൽ. ഞാൻ ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഡിസൈൻ കണ്ടോ? ഇത് നിങ്ങൾ ഒരുപാട് ഫ്രോക്കിലൊക്കെ യോക്ക് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ഭംഗിയാണ് ഇത് ഡ്രസ്സിൽ വരുമ്പോൾ കാണാനായിട്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.